ആലപ്പുഴ ജില്ലയിൽ പ്രളയ സാധ്യത പ്രതിരോധിക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ ഷാജി വി നായർ. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളിൽ 39ഉം പ്രവർത്തന സജ്ജമാണ്. മുഴുവൻ ഷട്ടറുകളും തുറന്നതായി കളക്ടർ പറഞ്ഞു. എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തന സജ്ജമാണ്. നിലവിൽ 11 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ 20 അംഗ NDRF സംഘത്തെയും 3 ബോട്ടുകളെയും അടിയന്തരമായി എത്തിച്ചിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. 32 mm മഴയാണ് നമ്മുടെ ജില്ലയിലുണ്ടായത്. പക്ഷേ നമ്മുടെ പത്തനംതിട്ടയിൽ ഏതാണ്ട് 250-300 mm മഴയോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളം തീർച്ചയായിട്ടും ഒഴുകി വരുന്നത് നമ്മുടെ ആലപ്പുഴയിലേക്കായിരിക്കും. ചെങ്ങന്നൂർ വഴി കുട്ടനാട് അവസാനം എത്തുന്ന തരത്തിലേക്കാണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നൊരുക്കങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ മീറ്റിംഗ് വിളിച്ചിരുന്നു. എല്ലാ ബന്ധപ്പെട്ട LLSD, അതുപോലെ ആരോഗ്യവകുപ്പ്, പോലീസ്, എല്ലാവരുടെയും കൂടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. അവിടുത്തെ ബന്ധപ്പെട്ട എല്ലാവരും നാളെ നമ്മൾ വർക്കിംഗ് ആക്കാൻ തീരുമാനിച്ചു. കാരണം ഈ വെള്ളം വരുന്ന സമയത്തുള്ള മുന്നൊരുക്കങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെയും LSDയുടെയും ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ മേൽനോട്ടം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടനാട്ടിലെയും അതുപോലെ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള എല്ലാ താലൂക്കിലെയും നമ്മുടെ ക്യാമ്പുകൾ നമ്മൾ ഇന്ന് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ഡ്യൂട്ടി ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു കഴിഞ്ഞു. ഇതിലെ വെള്ളം പ്രധാനമായി ഒഴുകി പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തോട്ടപ്പള്ളി സ്പിൽവേയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കൃത്യമായ ഒരു പരിശോധന കൂടെ നടത്തിയത്. 39 ഷട്ടറുകൾ വർക്കിംഗ് ആണ്. 40 ഷട്ടറുകൾ 39 ഷട്ടറും വർക്കിംഗ് ആണ്. അതിലിപ്പം ഏതാണ്ട് 30ഓളം ഷട്ടറുകൾ ഓപ്പൺ ചെയ്തു, 34 ഷട്ടറുകളോളം ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആണ് വെള്ളം കൂടുതലായിട്ട് ഇവിടെ എത്താൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരത്തോടുകൂടി മുഴുവൻ ഷട്ടറുകൾ ഓപ്പൺ ചെയ്യും. അതുപോലെ അന്ധകാര നഴിയിലെ 4 ഷട്ടറും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് അതിന് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ നിയോഗിച്ചു കഴിഞ്ഞു. അവിടെയും കുഴി മുറിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 50 മീറ്റർ കുഴി മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനും അടിയന്തര സാഹചര്യത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോകാനുള്ള എല്ലാ നടപടികളും ഈ പറഞ്ഞ സ്പിൽവേ വഴി പോകാനുള്ളതും ചെയ്തിട്ടുണ്ട്. മറ്റ് ഷട്ടറുകൾ വഴി, അതായത് അന്ധകാര നഴി ഉൾപ്പെടെയുള്ള ഷട്ടറുകൾ വഴി ആണ് വെള്ളം പൂർണ്ണമായി ഒഴുകി പോകേണ്ടത്. അതുകൊണ്ട് കുട്ടനാട്ടിൽ വെള്ളം നിൽക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പിന്നെ പയ്യന്നൂർ, നമ്മൾ ഈ പറഞ്ഞ പോലെ ചെങ്ങന്നൂർ നമ്മൾ കൃത്യമായിട്ട് വെള്ളം ആദ്യം എത്തുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഒരു 20 ആൾക്കാരുടെ, അതായത് ഒരു ടീമിൻ്റെ സേവനവും അതുപോലെ 3 ബോട്ടുകളും ഇപ്പം തന്നെ അങ്ങോട്ട് ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ അവിടെ എത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജില്ല പൂർണ്ണമായി സജ്ജമായിട്ടുണ്ട്. അവിടെ വളരെ പെട്ടെന്നാണ് അങ്ങനെ ഒരു മഴ ഉണ്ടായത് പത്തനംതിട്ടയിൽ. അതിൻ്റെ നീരൊഴുക്ക് ആലപ്പുഴയിലേക്ക് വരും എന്ന് കണ്ടുകൊണ്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തി.